മോളെ എന്താമ്മ കോഴിവെട്ടും തിരക്കും കഴിയുമ്പളേ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കണ്ടേ? ശരിയാ, ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? നാളെ ഓണല്ലേ, എന്തേലും കൊടുക്കണ്ട ആരെങ്കിലും വന്നാ? കൊടുക്കാനാണോ അമ്മയ്ക്ക് തിന്നാനാണോ? അമ്മയ്ക്കും തിന്നാ. ഞാനേ തിരക്കില്ലാത്തപ്പോ ഉണ്ടാക്കാട്ടാ. ഉണ്ടാക്കി തിരക്കില്ലാത്തതുണ്ട്. ഈ മുട്ടിയിലത്തെ ഒന്ന് ചേരണ്ടി എടുത്തതാ. തിരക്ക് കഴിയുമ്പോ ഉണ്ടാക്കിയാ മതി. എന്റെ കൂട്ടുകാരുടെ ഓണാഘോഷമൊക്കെ എവിടം വരെയായി? നാളെ തിരുവോണായില്ലേ? എന്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. നമുക്കപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഉണ്ണിയപ്പാണ്. നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി നമ്മൾ വറുക്കാത്ത കുറച്ച് റവ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ നമ്മൾ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഒരേ അളവിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ച് ഞാനിപ്പോ ഇവിടെ ശർക്കര പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും ജീരകം പൊടിച്ചതും ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ടു. പിന്നെ നമ്മൾ അതിലേക്ക് 2 പാളയം കുടമ്പഴാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോ നമുക്ക് ഒരു 2 or 3 വേണമെങ്കിൽ ഇടാട്ടോ. ഞാനിപ്പോ ഇവിടെ 2 ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ എള്ള് മാത്രമാണ് ഇട്ടത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നാളികേരക്കൊത്ത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, പല്ലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് നാളികേരക്കൊത്തൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരക്കൊത്തൊക്കെ ഇത്തിരി നെയ്യിൽ വറുത്തിട്ട് കഴിഞ്ഞാൽ ഇത്തിരി കൊണ്ട് ടേസ്റ്റ് കൂടുതലായിരിക്കും അല്ലേ? നമ്മളിപ്പോ അതേ ഇത്തിരി എള്ള് മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതേ നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. നമുക്ക് കലക്കി വെച്ച അപ്പൊ തന്നെ ഉണ്ടാക്കാട്ടോ. ഇത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ കൂട്ടുകാരിൽ ആരെങ്കിലും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നല്ല എളുപ്പമായിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എല്ലാ പ്രാവശ്യവും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴും ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് എളുപ്പമാണ്. നമ്മൾ അരിപ്പൊടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിന്ന് വരില്ല. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ ഓണായിട്ട് ആരും പലഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അടിപൊളിയാണ് കേട്ടാ. എന്തായി, ഉണ്ണിയപ്പം ഉണ്ടാക്കിയാ? ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയ മാമ കഴിച്ചു നോക്കിയേ. ഭയങ്കര ചൂടാ. ചൂടുണ്ട്. നന്നായാ? സൂപ്പർ ഉണ്ണിയപ്പം. സൂപ്പറായാ? ഇഷ്ടപ്പെട്ടില്ലേ? ഇനിയിപ്പോ ഓണായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയില്ല എന്നുള്ള പരാതി അങ്ങോട്ട് മാറിയല്ലോ. ഇഷ്ടപ്പെട്ടില്ലേ? കൊണ്ടുപോയി കഴിച്ചോട്ടാ. പണിത്തിരക്കണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടാക്കണ്ടല്ലോ. അത് കൊണ്ടുപോയി കഴിച്ചോ.